അതുകൊണ്ട് ആ മുടി ശരിയാവാൻ ഒരു സാധ്യതയുമില്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒറ്റയടിക്ക് തീരുമാനമെടുക്കണമായിരുന്നു. ഇതൊരു സംഘടനാപരമായ പ്രശ്നമാണെങ്കിൽ, പ്രാസ്ഥാനികമായ പ്രശ്നമാണെങ്കിൽ സമസ്ത അങ്ങനെയായിരുന്നു നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച നിലപാട് മാന്യമായിരുന്നു, ന്യായമായിരുന്നു, നീതിയുക്തമായിരുന്നു. എന്താ സമസ്ത പറഞ്ഞത്? കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് കാന്തപുരം പറയുന്നു. എന്നാലോ അല്ല എന്ന് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചൊരുമിച്ച് പറയുന്നു. അങ്ങനെ സംശയമുയർന്ന സാഹചര്യത്തിൽ ഇത് ആധികാരികമായി തെളിയിക്കപ്പെടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ആരും വഞ്ചിതരാവരുത്. ആധികാരികമായി തെളിയിക്കപ്പെട്ടാലോ അത് നമുക്ക് ആദരിക്കാം, അതിനെ നമുക്ക് ബഹുമാനിക്കാം, അത് മുക്കിയ വെള്ളം കുടിക്കാം, അതുകൊണ്ട് ബർക്കത്തെടുക്കാം. പക്ഷേ കാന്തപുരത്തിന് നമ്മൾ സമയം അനുവദിക്കുന്നു, അത് ആധികാരികമാണ് എന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാം. അതുവരെ ഒരാളും വഞ്ചിതരാകാൻ പാടില്ല. നമ്മൾ ആലോചിച്ചു നോക്കൂ, എത്ര മാന്യമായ നിലപാടാണ്, എത്ര നീതിയുക്തമായ നിലപാടാണ്, എത്ര ന്യായമായ നിലപാടാണ്. ആ നിലപാട് മഹാനായ നമ്മുടെ ജനറൽ സെക്രട്ടറി മഹാനായ സൈനുൽ ഉലമ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, മഹാനവർകൾ ഒന്ന് പറഞ്ഞോട്ടെ, സമസ്ത ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്തായിരുന്നു എന്ന്. സമസ്തന്റെ കീഴിലുള്ള ധാരാളം സംഘടന നേതാക്കന്മാർ വളരെ വിശദീകരിച്ചുകൊണ്ട് ആ മുടിയുടെ സ്ഥിതി വിശദീകരിക്കുകയുണ്ടായി. അതിനൊക്കെ ശരിയായൊരു മറുപടി അവർക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ അവരിടക്കിടക്ക് പറയും സമസ്ത എന്താ പറയാത്തത്, സമസ്ത എന്താ പറയാത്തത് എന്നിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ സമസ്തക്ക് കാര്യമായിട്ട് എന്ത് പറയാനായിട്ടുള്ളത്? അതായത് കുറെ നേതാക്കന്മാരായ ഒരു പറയും കുട്ടികളെന്ന് മക്കളൊക്കെ ഉള്ള ആളുകളാണ് അവിടെ സംസാരിച്ചത്. അങ്ങനത്തെ നല്ല പ്രഗത്ഭന്മാരായ സമസ്തന്റെ കീഴ്ഘടകങ്ങളായ നേതാക്കന്മാർ വളരെ കാര്യക്ഷമമായി അവിടെ സംസാരിച്ചിട്ട് ഒന്നും മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോൾ അവരുപയോഗിക്കുന്ന ഒന്നാണ് സമസ്ത പറയട്ടെ, സമസ്ത എന്താ പറയാത്തത്. സമസ്തക്ക് പറയാനുള്ളത് നല്ല ചോദ്യങ്ങൾ അവർ ചോദിച്ച് മറുപടി പറഞ്ഞു കൊടുക്കി. സമസ്ത കയ്യിൽ പറയാനുള്ളത് ധാരസഭയിൽ സമസ്ത പറഞ്ഞ് 1 നമ്പർ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്, അതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കി. പിന്നെ സമസ്ത പറഞ്ഞത് അത് തെളിയിക്കപ്പെടാത്ത കാലത്തോളം ആരും അതിൽ വഞ്ചിതരാവരുത്. അപ്പൊ ഇതായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട്, മാന്യമായ ന്യായമായ ഒരു നിലപാട്, വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട്. ആ നിലപാടിന്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്ങാനും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ അതും കൂടി വേണമല്ല നമ്മൾ ആലോചിക്കുക. സമസ്ത എങ്ങാനും ഈ വിഷയത്തിൽ ഇത്ര ഗൗരവത്തോടുകൂടി നിലപാട് സ്വീകരിച്ച് ഇതിന്റെ സത്യാവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? അതും കൂടി ചെറുശ്ശേരി ഉസ്താദ് തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. സമസ്ത എങ്ങാനും എതിർത്തില്ലെങ്കിൽ ബാർബർ ഷാപ്പിലൊക്കെ സകല മുടിയും തപ്പിപ്പോകും. തീരുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഷെയറെ മുബാറക്ക്, ഷെയറും മുബാറക്കും നോക്കിയാൽ ഷെയറേന്ന് പറയണം, എന്നാ പിന്നെ അതിന്റെ ചിലത് വേണ്ട. അങ്ങനെ ഇവരെ എത്തി കാര്യം കണ്ടോ? അങ്ങനെ ഒരു ആത്മീയ ദുരന്തത്തിൽ നിന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ ഇസ്ലാമിക സമൂഹത്തെ രക്ഷിച്ചത്. മുടി ഏതെങ്കിലും ബാർബർ ഷോപ്പിൽ നിന്ന് സുലഭമായി ലഭിക്കുന്ന മുടി കൊണ്ടുവന്ന് അത് ഷെയറേ മുബാറക്കാണ് എന്ന് ഒന്ന് നാക്ക് വളച്ചു പറഞ്ഞാൽ പിന്നെ ലോകത്തൊരു ഭാഷയിലും ഇല്ലാത്ത വിധം ഷെയറേ മുബാറക്ക്, ലോകത്തൊരു ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല. ഷെയറുൻ മുബാറക്കാണെങ്കിൽ അത് അറബിയാണ്, ബാലെ മുബാറക്കാണെങ്കിൽ അത് ഉറുദുവാണ്, മൂയെ മുബാറക്കാണെങ്കിൽ അത് ഫാരിസിയാണ്. ഇത് ലോകത്ത് ഒരു ഭാഷയിലുമില്ല, ഇവരെ ഭാഷയിൽ മാത്രം കാണുന്ന ഒരു പ്രയോഗമാണ് ഷെയറേ മുബാറക്ക്. അങ്ങനെ നാക്ക് വളച്ചു പറഞ്ഞാൽ പിന്നെ തെളിവൊന്നും അന്വേഷിക്കാൻ പാടില്ല, അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്നും പറഞ്ഞാൽ
ഇത് റസൂലുള്ളാഹിയുടേതാണ് എന്ന് ചേർത്ത് പറഞ്ഞാൽ പിന്നെ തെളിവൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്നതാണ് നിലപാടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തൊക്കെ ഇവിടെ സംഭവിക്കും. അന്നേ ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിവിടെ നിൽക്കൂല, ഇനി പലതും വരും. കണ്ടോ, ഇപ്പൊ ഓട്ടപാത്രം വന്നു. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് ആദം നബി പണ്ട് കടിച്ച ആപ്പിളിന്റെ കഷ്ണം, അതുമായിട്ട് വരും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല സാംസങ് ഫോൺ, റസൂലുള്ളാഹി ഉപയോഗിച്ച സാംസങ്ങിന്റെ ഫോണും കൊണ്ട് വരും. ഒക്കെ ഇതങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ തക്ബീർ ചൊല്ലി സ്വീകരിക്കുകയും ചെയ്യും. അതിനെന്താ ന്യായീകരണം? എന്താ പ്രധാനപ്പെട്ട ന്യായീകരണം? ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട തെളിവെന്താ? ഇത് തിരുമുടിയാണ് എന്ന് ഉസ്താദാണ് പറഞ്ഞത്. ഉസ്താദ് എന്തു പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കും. ഉസ്താദ് സത്യം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ഉസ്താദ് എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന 39 എടുക്കണേ. ഉസ്താദ് പറഞ്ഞ ചില സത്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ അവസാനിപ്പിക്കാം. ഉസ്താദ് ഈ അടുത്ത കാലത്തായിട്ട് പറഞ്ഞ ചില സത്യങ്ങൾ, ഈ മുടി വെക്കാൻ ഒരു പള്ളി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഒരുപാട് കോലാഹലങ്ങൾ നമുക്കറിയാം, വിശദീകരിക്കണ്ടല്ലോ. നമ്മുടെ തെരുവീതികളിലൊക്കെ വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ, കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 40 കോടി ചെലവിൽ തിരുകേശം സംരക്ഷിക്കാൻ ഉസ്താദിന്റെ തിരുകരങ്ങളാൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഫ്ലക്സ് ബോർഡും അതിന്റെ പേരിൽ വല്ലാത്ത കോലാഹലങ്ങളും, അതൊക്കെ നമ്മൾ മറന്നിട്ടില്ല. എന്നാലോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് സത്യം മാത്രം പറയുന്ന ഈ മഹാന് അങ്ങനെ ഒരു ഓർമ്മയില്ല. മൂപ്പരങ്ങനെ ഒരു പള്ളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പള്ളിക്ക് വേണ്ടി പിരിവെടുത്തിട്ടില്ല, അങ്ങനെ ഒരു പ്രവർത്തനം തന്നെ നടത്തിയിട്ടില്ല. മാതൃഭൂമി ആഴ്ച പതിപ്പിന് അദ്ദേഹം കൊടുത്ത അഭിമുഖം നമ്മളൊക്കെ പലവട്ടം കേട്ടതാണ്, കാണാതെ പഠിച്ചതാണ്. എന്നാലും അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സംഗ്രഹിച്ചാൽ, തിരുകേശത്തിന്റെ പേരിൽ ഞങ്ങൾ നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. തിരുകേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. തിരുകേശ പള്ളി എന്ന ഒരു പള്ളിയില്ല. പള്ളികൾ പലതുമുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരുകേശം സൂക്ഷിച്ചു എന്ന് വരാം, അതിലും ഉറപ്പില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് കൊടുത്ത അഭിമുഖം. പള്ളിയില്ല, അതിന്റെ പേരിൽ പിരിവില്ല, അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇതിന്റെ പേരിൽ ഫ്ലക്സ് വെച്ചിട്ടില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഏറ്റവും വലിയ ഒരു സത്യമാണത്. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? പള്ളി ഉണ്ടാക്കുന്നു മാത്രമല്ല, കുറെ കാലം ഇതാ പള്ളി വരുന്നു, അതിന്റെ തറക്കല്ലിടല്, അതുപോലെ തന്നെ വായുവിലൊരു ശിലാസ്ഥാപനം, ഇതൊക്കെ കഴിഞ്ഞിട്ടും പള്ളി മാത്രം കാണുന്നില്ല. എവിടെ പോയി പള്ളിയെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നൽകിയ മറുപടി എന്താണെന്നറിയാം? SSFന്റെ പ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, മക്കളെ നിങ്ങൾ പേടിക്കണ്ട, പള്ളിയുടെ പാർട്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിന്റെ പാർട്സ് ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നുണ്ട്. 40 കോടിന്റെ പള്ളിന്റെ പാർട്സ് ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നുണ്ട്. പണി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു. പാർട്സ് ഉണ്ടാക്കുന്ന കഥ കാന്തപുരം ഒന്ന് പറയട്ടെ. ആരോടും തിരിച്ചു കൊടുക്കേണ്ട പൈസ ഒന്നും നമ്മൾ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിയത് നല്ല പൊരുത്തപ്പെട്ട് തന്ന ആളുകളാണ്. ആ പൊരുത്തപ്പെട്ട് തന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ചെയ്യും എന്ന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോ നോളേജ് സിറ്റിക്ക് 125 ഏക്കർ വാങ്ങി നമ്മൾ 3 കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ ആളുകൾ ഇങ്ങനെ ചോദിക്കും എവിടെയാണ് സാധേ, അത് ഭൂമിയിലാണെന്ന് മാത്രം പറയും. എന്ത് പറയാ, അങ്ങനെ ഇങ്ങോട്ടുള്ള ഭൂമിയാണെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും. കാരണം അൽഹർബ് അതാണാണല്ലോ പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് വാങ്ങി അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുണ്ട് തോന്നുന്നത്. കടം കുറച്ചുകൊണ്ട് നല്ല കടമുണ്ട്, എന്നാലും പിരിച്ചിട്ടും പിന്നെ മൂപ്പർക്ക് കടാണ്. കടപ്പുറം തീർന്നിട്ടില്ല.
സ്ഥലം ലഭ്യമായതിനു ശേഷം കമ്മിറ്റി യോഗത്തിൽ അത് പറഞ്ഞതോടുകൂടി അത് വെളിച്ചത്തായി. അപ്പോഴേക്കും ആ വില കുതിച്ച് കയറി. സുബ്ഹാനല്ലാ, 1 ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലത്തിന് 5 ലക്ഷം രൂപ വിലയായി അതിന്റെ തൊട്ടടുത്ത്. 10,000 വാങ്ങിയതിന് 1 ലക്ഷവും 2 ലക്ഷവും വിലയായി. മസ്തത്തിന്റെ കോംപ്ലക്സ് വെള്ളുണ്ട്, അതുകൊണ്ട് നമുക്ക് അത് വേണം പരക്കം പാട്ട്. ഇപ്പൊ രാവിലെ ഒരു 100 ബ്രോക്കർമാരുണ്ട്. മൂപ്പർക്ക് വേണ്ടതായി. അപ്പൊ മൂപ്പര് പറയാൻ പള്ളിയില്ല. മൂപ്പരെന്താണോ ആഗ്രഹിച്ചത് അത് ലഭിച്ചു. അത് കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞ ഇനി പള്ളി ഉണ്ടാക്കുന്നില്ല. പറയട്ടെ, അതിന്റെ പരിസരത്തുള്ള മുഴുവൻ സ്ഥലത്തിലും വില കൂടും. ഏതായിരുന്നാലും നന്നായി, ജനങ്ങൾക്ക് വില കിട്ടിക്കോട്ടെ. അപ്പോ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, 3 കൊല്ലമായിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ബാലുശ്ശേരിയാന്ന് പറയും, താമരശ്ശേരിയാന്ന് പറയും, ഒന്നാമതെടുത്താന്ന് പറയും, അതിന്റെ അടുത്താന്ന് പറയും, അതിന്റെ അടുത്തുതാ പറയും, ഒക്കെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങനെ ഇപ്പോൾ അത് പറയാനായ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ ഇൻഷാ അല്ലാഹ് പള്ളിയും അടുത്ത സമയം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറയാൻ ആകും. അതിന്റെ മുമ്പ് നിങ്ങൾ സ്ഥലം ചോദിക്കണ്ട. അതിന്റെ പാഴ്സുകളൊക്കെ ഉണ്ടാക്കി 40 കോടി പള്ളിന്റെ പാഴ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനധിവിദൂരമായ ഭാവിയിൽ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. ഇതും കുട്ടികളെ തക്ബീറല്ലി സ്വീകരിച്ചു. എന്തൊക്കെ സ്വപ്നങ്ങളാണ് അടുത്തത്, എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഇതിന്റെ പേരിൽ ഇവിടെയുള്ള പാവപ്പെട്ട SSFകാർ കണ്ടത്. ഇപ്പൊ കാന്തപുരം നിർദ്ദയം പറയുമ്പോ അങ്ങനെ ഒരു പള്ളി അങ്ങ് ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇതാ പള്ളി ഇന്ന് നാളെ എന്ന് പറഞ്ഞ് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഇവിടെയുള്ള സാധുക്കളായ SSFകാർ കണ്ടത്. സാധാരണക്കാരായ പ്രവർത്തകർ പോട്ടെ, നേതാക്കൾ പോലും മനപ്പായസം കൊണ്ട് കഴിയുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി ശൈഖുനാന്റെ നേതൃത്വത്തിൽ ഇതാ ഇപ്പൊ വരും. എന്നിട്ട് വേണം SSFകാരെ നോക്കിയൊന്ന് പരിഹസിക്കാൻ, അവരൊന്ന് കൊന്ന് കൊലവിളിക്കാൻ എന്ന നിലയിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ. നമ്മുടെ ബത്തക്ക കച്ചവടക്കാരൻ സക്കാഫി, അങ്ങനെ സക്കാഫി ഉണ്ട്, പത്തപ്പിരി റഷീദ് സക്കാഫി. മൂപ്പര് കണ്ട സ്വപ്നം മൂപ്പരൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ എതിർക്കാൻ തുടങ്ങി മാത്രമല്ല കുട്ടനെ ഈ പള്ളി ഉയർന്നു വന്നാണ്. എന്താ പറയുന്നത്, ഒരു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ. 4 ലക്ഷം ആൾക്കാർ പിന്തുണ ചുരുങ്ങിയ ഏപ്പിസ്ഥാൻ 3 പേരും. 3 ഏപ്പിസ്ഥാൻ വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽ കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മിനാർ, അങ്ങനെ പലതും ആസ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവലി കുട്ടികൾ എങ്ങനെ പഠിക്കാൻ ഉണ്ടാക്കിയത്, ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയത്, ചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതെന്താക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഏപ്പിസ്ഥാൻ സ്മരിക്കപ്പെട്ടെങ്കിലോ അതെന്ത് ഉഹർവിയ പണ്ഡിതമായ ലക്ഷണം പറഞ്ഞെടുത്ത് കത്തലാനി പറഞ്ഞിട്ടുണ്ട്. വൽ ഹയാത്തുല്ലബദിയ, മരിച്ചവരും മരിക്കാത്തവരായിട്ട് മാറും. അസൂയമൂത്തു, എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളിയെ വിൽക്കുന്ന സാക്ഷാൽ മുജാഹിദ, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആളാണ്. ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തവരന്റെ എന്തോരാവേശാണ്. ഇല്ലാത്ത ഒച്ചയൊക്കെ അണ്ണാക്കുന്നെടുത്തിട്ടാ പറയുന്നത്. ചോദ്യ പേപ്പറിന് ചോദ്യം അത്രേ, പരീക്ഷ പേപ്പറിന് ചോദ്യം. എന്നാൽ SKSFകാർക്ക് മാത്രമല്ലല്ലോ, SSFകാരെ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ പേരക്കുട്ടികള്. 100 കൊല്ലമൊന്നും കഴിയണ്ട, 100 കൊല്ലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ചോദ്യ പേപ്പറിൽ, പരീക്ഷ പേപ്പറിൽ ഒരു ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയത് ആര്യനല്ല,
ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് മോഹിപ്പിച്ച് കോടികൾ കൊണ്ടുപോയി അതങ്ങനെ തന്നെ അമുക്കിയിട്ട് അവസാനം പള്ളിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പറ്റിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ആര് എന്ന് ചോദിക്കുമ്പോ SSFകാരെ നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് അഭിമാനബോധത്തോടുകൂടി എഴുതാം അത് ഞങ്ങളുടെ ശൈഖുനെയാണ് എന്ന്. SKSFകാർക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കുണ്ടാവുമല്ലോ പേരക്കുട്ടികൾ. മിക്കവാറും എഴുതേണ്ടി വരുന്ന ചോദ്യ പേപ്പറിൽ വരുന്ന ചോദ്യവും എഴുതേണ്ടി വരുന്ന ഉത്തരവും അതാണ്. എന്നിട്ടല്ല ബാക്കി പറയട്ടെ. കേൾക്കുമാറാകട്ടെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നാൽ അത് ആലോചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് അസൂയപൂച്ച മുജാഹിദും ജമാഅത്തും തെബിലീഗും ഖാദിയാനിയും എല്ലാ യുക്തിവാദി മലവരാതിയും എല്ലാവരും കൂടെ എതിർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ബുദ്ധിയുള്ള ചില നേതാക്കളൊക്കെ പറഞ്ഞു ഉണ്ടാക്കിക്കോട്ടെ, ഷാജഹാൻ ചക്രവർത്തി താജ്മഹലുണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കേരളത്തിലായാലും അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷമല്ലേ. ചുരുങ്ങിയത് SKSFകാരാ കാന്തപുരം പള്ളി ഉണ്ടാക്കിയാൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ബത്തക്ക കച്ചവടമെങ്കിലും നടത്തി കാശുണ്ടാക്കിക്കൂടെ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾ ബത്തക്ക കൃഷിയൊക്കെ തുടങ്ങിയതാണ്, കുറച്ച് കാശുണ്ടാക്കാനുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ ഒരു പള്ളി തന്നെ ഉണ്ടാക്കുന്നില്ല എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. കാരണം ഈ വിധത്തിൽ സാധുക്കളായ അനുയായികളെ വഞ്ചിക്കാം. എന്നിട്ട് മൂപ്പര് പറയും ഇപ്പൊ അങ്ങനെ ഏർപ്പാടൊന്നുമില്ല 45 കാന്തപുരത്തിന്റെ പത്രസമ്മേളനം കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ. ഇയാൾ നുണ പറയുന്നതിന്റെ രൂപം മനസ്സിലാക്കാനാണ് പറയുന്നത്. നേതൃത്വത്തെ അംഗീകരിക്കണം. അവര് പറഞ്ഞ അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീഴണം എന്നാണല്ലോ ഇവിടെ സക്കാഫി വയവ് പറഞ്ഞത്. അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന നേതൃത്വത്തിന്റെ സത്യസന്ധതയുടെ ഊക്കാണ് ഞാൻ പറയുന്നത്. ഈ കാന്തപുരത്തിന്റെ പത്രസമ്മേളനം കൂടി ഒന്ന് കാണും. സത്യം പറഞ്ഞാൽ മുടിയല്ല പ്രധാനം, അത് വെക്കാനായി നിർമ്മിക്കുന്ന പള്ളിയാണ്. 40 കോടിയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചെലവ് അന്ന് പറഞ്ഞത് 40 കോടി രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ഏറ്റവ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ. കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരിയിൽ തറക്കല്ലിടലും കഴിഞ്ഞു. പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. നല്ല സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ. എങ്ങനെ പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു? പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്. പണ്ട് കന്യത്തുസ്ത പറഞ്ഞില്ല അത്തും വിത്തും. ഇത് അത്തും വിത്തും അല്ലെങ്കിൽ പിന്നെന്താ? പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്. ഇനി അടുത്ത ഘട്ടം ഉണ്ട്, അതും കൂടി പറയട്ടെ. അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് പൂർത്തിയായതിന്റെ ശേഷം സ്ഥലം പ്രഖ്യാപിക്കാം. പണിയൊക്കെ പൂർത്തിയായിട്ട് ഇൻഷാ അല്ലാഹ് സ്ഥലം പ്രഖ്യാപിച്ചോളാണ്. പടവലങ്ങ പോലെ കീഴ്പ്പെട്ടാവും. പണിയൊക്കെ പൂർത്തിയായിട്ട് സ്ഥലം പ്രഖ്യാപിക്കും. സ്ഥലം പ്രഖ്യാപിച്ചിട്ട് പിന്നെ പിറ്റത്തെ കൊല്ലം സ്ഥലം കാണാൻ പോവും. അങ്ങനെ അത് ബംഗുര് അങ്ങോട്ട് തുടരും. എന്നിട്ട് ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു അങ്ങനെ ഒരു പള്ളിയില്ല, അങ്ങനെ ഞങ്ങൾ പിരിവ് നടത്തിയിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കണം. 57 അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല. അതിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല, ഒരു പ്രചരണവും നടത്തിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട SSFകാരെ, ബാക്കിയെല്ലാം ആരോപണമാണ് എന്ന് പറഞ്ഞാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ രാത്രി ഉറക്ക് വരെ ഒഴിവാക്കി ഈ തെരുവീതികളിൽ കെട്ടിത്തൂക്കിയ ഫ്ലക്സ് ബോർഡുകളിൽ പലതും ഇപ്പോഴും അഴിച്ചു മാറ്റാതെ ഒരു വഞ്ചനയുടെ പ്രതീകമായി ഇവിടെ നമ്മുടെയൊക്കെ മുന്നിൽ തൂങ്ങിയാറുന്നുണ്ടല്ലോ. ആ ഫ്ലക്സിൽ പറഞ്ഞത് 40 കോടിന്റെ പള്ളി, തിരികേശ പള്ളി കോഴിക്കോട് ഉണ്ടാക്കുന്നു കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ. എന്നിട്ട് ഇപ്പൊ കാന്തപുരം പറയാണ് അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ കളവ് മാത്രം പറയുന്ന ഒരാൾ ഇതൊക്കെ പറയുമ്പോ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഒരു സംശയം. ആ സംശയം ഒന്ന് കേൾക്കാം. അപ്പൊ ഏത് കളവും ഇങ്ങനെ തലയെക്കെട്ട് പറ്റി പറയുന്നത് അതന്നെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എന്താണോ പേരോടിന് മനസ്സിലാവാത്തത് അതുതന്നെയാണ് ഞങ്ങൾക്കും മനസ്സിലാവാത്തത്. ഏത് കളവും പറയാനുള്ള അസാമാന്യമായ ചർമ്മ സൗഭാഗ്യം പ്രകടിപ്പിക്കുന്ന ഇവരെ എങ്ങനെയാണ് അംഗീകരിക്കുക? അള്ളാനെ പോലും ഇവർ വെറുതെ വിടുന്നില്ലല്ലോ. എല്ലാം പറയേണ്ടത് പരമാവധി പറഞ്ഞിട്ട് അവസാനം അള്ളാഹുവിന്റെ പേരിൽ പോലും
പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്തവരായി ഇവർ മാറിയിരിക്കുന്നു. അതും കൂടി കണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതെ, EK സുന്നികളെ വഞ്ചനാ കുറ്റത്തിന് നരകത്തിലാക്കാൻ വാദിച്ചു വരികയാണ് കാന്തപുരം. ഉസ്താദിന് അതിന് കഴിയും എന്ന് തന്നെയാണ് അണികൾ വിശ്വസിക്കുന്നത്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ അള്ളാഹു ഇവിടെ ജീവിക്കുന്നില്ല. കാര്യങ്ങൾ അള്ളാഹുവും ഉസ്താദും നേർക്കുനേരായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ ഇസ്മായിൽ സഖാഫി, ശുക്കൂർ സഖാഫി നോക്കും. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.